നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ജനവിധി മാനിക്കാൻ ഇടതുപക്ഷവും UDFും തയ്യാറാവണം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിലുള്ള മാൻഡേറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ആ മാൻഡേറ്റ് അംഗീകരിക്കാൻ രണ്ട് മുന്നണികളും തയ്യാറാവണം. ഞങ്ങളിവിടെ നേരിട്ടത് ഇന്ത്യ സഖ്യത്തെയാണ്. ഇന്ത്യ സഖ്യത്തോടാണ് ഞങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾ മത്സരിച്ചത്. രണ്ട് മുന്നണികളും പരസ്പര ധാരണയോടുകൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വോട്ട് കച്ചവടം നടത്തി, വോട്ട് കൈമാറ്റം നടത്തി ഞങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാ സീറ്റുകളിലും ശ്രമിച്ചിട്ടുണ്ട്. അതിനെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വിജയിച്ചത്. വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുപിടിച്ചിട്ടുണ്ട്. SDPI പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മത തീവ്രവാദ സംഘടനകളുടെ പിന്തുണ രണ്ട് മുന്നണികളും സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളെയും രണ്ട് മത തീവ്രവാദ പ്രസ്ഥാനങ്ങളും കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരത്തിൽ എല്ലാ വാർഡുകളിലെയും മുഴുവൻ സ്ഥാനാർത്ഥികളും അവരുടെ കൗണ്ടിംഗ് ഏജന്റുമാരും എത്രയും പെട്ടെന്ന് തന്നെ നഗരസഭാ പരിസരം അല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. സ്വതന്ത്രമാരെ സംബന്ധിച്ചോളം പാലക്കാട് നഗരത്തിന്റെ വികസനമാണ് അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ പാലക്കാട് നഗരത്തിൽ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരണമെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമാരായിട്ടുള്ള ജയിച്ച ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA പിന്തുണയ്ക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കൗണ്ടിംഗ് പൂർത്തീകരിച്ച വാർഡിലെ ഫലപ്രഖ്യാപനം. വാർഡ് 27 ഏനാത്തുപറമ്പ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ മാൻഡേറ്റ് BJPക്കാണ്. 25 സീറ്റ് ഞങ്ങൾക്ക് പാലക്കാടിലെ ജനങ്ങള് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ മാൻഡേറ്റ് അംഗീകരിക്കാൻ രണ്ട് മുന്നണികളും തയ്യാറാണ്. ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് വിജയിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ഈ ആരാ വാർഡ് 47 മേലാമുറി റഷീദ്, അത് അയാളാണ് പറയേണ്ടത്. ഇതിനകത്ത് വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. തുടക്കം മുതൽ 47 മേലാമുറിയിൽ നിന്നും ശ്രീമതി വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിഹ്നത്തിൽ 10 സീറ്റ് തികച്ചു പിടിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് അവർ മുന്നണിയായിട്ടും ചിഹ്നത്തിലില്ലാതെയും മത്സരിച്ച് 10 സീറ്റ് തികച്ചു പിടിച്ചിട്ടില്ല. ഈ പാലക്കാട് നഗരസഭയിലെ 2 കമ്മീഷൻ ഏജന്റുമാർ ഈ പാലക്കാട് നഗരസഭയിലെ അവർ ഇന്ത്യ സഖ്യത്തിൽ മത്സരിച്ചിട്ട് പോയിട്ട് പോലും ജനങ്ങൾ അവരെ പുറത്താക്കിയിരിക്കുകയാണ്. ഒന്ന് 10ാം വാർഡിലെ ഭവദാസ്, 2 19ാം വാർഡിലെ PV രാജേഷ്. ഇവിടെ രണ്ടവിടെയും ബഹുഭൂരിപക്ഷത്തോടുകൂടി BJP വിജയിച്ചിട്ടുണ്ട്. 3 ഇവിടെ വലിയ രീതിയിലുള്ള ക്രോസ് വോട്ടിംഗ് ഈ മണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ വാർഡുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. 1ാം വാർഡ്, 3ാം വാർഡ്, 8ാം വാർഡ്, 48, 41 ഈ വാർഡുകളിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് 25 സീറ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും ഭരണസമിതി രൂപീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.